സാർ ഓഫീസിൽ നിന്ന് പോയതോടെ തന്നെ അതൊരു നാദനല്ല കളരായി മാറി സാർ. ഇപ്പോഴാണെങ്കിൽ പ്രണവ് സാറും വരുന്നില്ല. അതോടെ മൊത്തത്തിൽ കൈവിട്ടു പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ സാർ. ഇങ്ങനെ പോയാൽ ഒട്ടും വൈകാതെ തന്നെ ഈശ്വരമംഗലം ഗ്രൂപ്പ് തകർന്നടിയും എന്ന് പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട് സാർ. എന്താ ജോർജ് ഇപ്പോൾ അടുത്ത പ്രശ്നം? ഭരണം മുഴുവനും വസുന്ധര മേഡത്തിന്റെയും ശിവാനി മേഡത്തിന്റെയും കൈകളിലാണ് സാർ. അവരുടെ കാര്യം പറയുമ്പോൾ എനിക്ക് എന്നോട് തന്നെ നാണക്കേട് തോന്നുന്നു സാർ. എന്തൊക്കെ സാർ ഇവിടെ നടക്കുന്നത്? സ്വന്തം കമ്പനിയുടെ പ്രോജക്റ്റ് മറിച്ചു കൊടുത്തിട്ട് അതിൽ നിന്ന് കമ്മീഷൻ പറ്റുന്ന വസുന്ധര മേഡം, ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് പോലും കണക്ക് പറഞ്ഞ് കമ്മീഷൻ മേടിക്കുന്ന ശിവാനി മേഡം. കമ്മീഷൻ വാങ്ങിക്കുക? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം സാർ. അത് സാർ അറിയണം. അതറിയിക്കാൻ വേണ്ടി തന്നെ ഞാൻ വന്നത്. ജോർജ് പറ, എന്താ ഉണ്ടായത്? വസുന്ധര മേഡം പ്രോജക്റ്റ് മറിച്ചു കൊടുത്ത് കമ്മീഷൻ പറ്റുമ്പോൾ ശിവാനി മേഡം ആ പണം തട്ടിയെടുക്കാൻ ഗുണ്ടകളെ ഏർപ്പാടാക്കുകയാണ്. മുതലാളിമാർ ഇങ്ങനെയാണെന്ന് തൊഴിലാളികൾ അറിഞ്ഞ പിന്നെ അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് സാറ് തന്നെ ആലോചിച്ച് നോക്ക്. എന്താ ഗൗതം ഈ കേൾക്കുന്നത്? പ്രണവ് ഓഫീസിൽ പോവാത്തതൊരു അവസരമൊക്കെ എടുത്തിരിക്കുകയാണ് വസുന്ധര ആന്റിയും ശിവാനിയും. വസുന്ധരാമയിൽ നിന്നും ഞാനിത് പ്രതീക്ഷിച്ചില്ല. തകർക്കാൻ തീരുമാനിച്ച എല്ലാം അങ്ങ് തകർത്തേക്കാന്ന് കരുതി കാണും വസുന്ധര ആന്റി. ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാകണമെങ്കിലേ സാർ ഓഫീസിലേക്ക് തിരികെ വന്നേ പറ്റൂ. ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് കാര്യമില്ല ഗൗതം. തീരുമാനം എടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. സാർ തിരികെ ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. ഒരു കാര്യം ചെയ്യ്, ജോർജ് തൽക്കാലം പൊയ്ക്കോ. ഞാൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തോളാം. താങ്ക് യു സാർ. അന്നം കഴിച്ചൊരു സ്ഥാപനം നശിച്ചു പോകരുതെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഒന്ന് പറഞ്ഞത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ജോർജ് പൊയ്ക്കോ. ആ ശരി സാർ. ചെല്ല, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇക്കണക്കിന് പോവാണെങ്കിൽ രണ്ടുപേരും കൂടി ചേർന്ന് കൊള്ളയടിച്ച് ഈശ്വരമംഗലം ഗ്രൂപ്പ് കുട്ടിച്ചോറാക്കും. ഈശ്വരമംഗലത്തെ തന്നെ നശിപ്പിക്കണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുക വസുന്ധര ആന്റിയും ശിവാനിയും. അവരുടെ ആ തീരുമാനം നടക്കാൻ പോകുന്നില്ല. ഇനി എന്റെ ചരടിലായിരിക്കും വസുന്ധരാമയും ശിവാനിയും ചലിക്കാൻ പോകുന്നത്. ഗൗതം ഓഫീസിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചോ? ഇല്ല. പിന്നെ നമ്മളിപ്പോ സ്ട്രെയിറ്റ് ആയിട്ട് ഇറങ്ങിയ അത് ശരിയാവില്ല. ഞാൻ പയറ്റാൻ പോകുന്നത് മറ്റൊരു തന്ത്രമാണ്. തന്ത്രോ? അതെന്താ? പറഞ്ഞുതരാം. എങ്ങനെയുണ്ട്? ഇതൊരു ഉഗ്രം പ്ലാനാ. അതുപോലെ തന്നെ റിസ്കും ആണ്. റിസ്ക് എടുക്കണം നിധി. എന്നാൽ മാത്രമേ നമ്മുടെ അമ്മയും ഈശ്വരമംഗലത്തെയും ഈശ്വരമംഗല ഗ്രൂപ്പിനെയും നമുക്ക് സംരക്ഷിക്കാൻ പറ്റൂ. അപ്പോ വസുന്ധര ആന്റിക്ക് 50 ലക്ഷം രൂപ കൈമാറുന്ന സമയത്താണോ നമ്മൾ ഈ പ്ലാൻ നടപ്പിലാക്കാൻ പോകുന്നത്? യെസ്. വസുന്ധരാമ അവരുടെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ കൈപ്പറ്റുന്നതും നമ്മുടെ ഈ പദ്ധതി അവിടെ നടന്നിരിക്കും.
ഹാളിലാ കിടക്കുന്നത്. അപ്പൊ പുള്ളിക്കാരി ഇവിടെ എത്തിയിട്ടുണ്ട്. ആ വരൂ മാഡം. വന്നിട്ട് ഒരുപാട് നേരമായോ? ഇല്ല, ജസ്റ്റ് വന്നേ ഉള്ളൂ. വരൂ. ഇരിക്കണം മാഡം. ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? കൊണ്ടുവന്നിട്ടുണ്ട് മാഡം. 50 lakhs ഉണ്ടല്ലോ. മാഡത്തിന് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം. ക്ലോസ് ചെയ്തോളൂ. താങ്ക് യു മാഡം. മാഡം, ഇതുപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. അടുത്ത കോൺട്രാക്റ്റും ഞങ്ങൾക്ക് തന്നെ തരണം. അതൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ഡീലിങ്സ് കറക്റ്റ് ആയതുകൊണ്ട് നിങ്ങളെ ഞാൻ മറക്കില്ല. താങ്ക് യു മാഡം. ക്യാഷുമായിട്ട് ഒരുപാട് നേരം ഞാൻ ഇരിക്കുന്നില്ല. ഇറങ്ങുക. മാഡം, ജ്യൂസോ കോഫി എന്തെങ്കിലും ഓർഡർ ചെയ്യണോ? നോ താങ്ക്സ്. ഇറങ്ങട്ടെ. ശരി മാഡം. ഓക്കെ, അത് അങ്ങനെ ഡീലായി. ചേട്ടാ, ഓട്ടോ എടുത്ത് അവരുടെ പുറകെ വിട്ടോ.